ധർമ്മശലയിൽ സാക്ഷിയായ ശുചീകരണ തൊഴിലാളി ചൂണ്ടിക്കാണിച്ച സ്ഥലങ്ങളിൽ ഇന്നും പരിശോധന തുടരും. കഴിഞ്ഞ ദിവസങ്ങളിലായി 5 പോയിന്റുകളിൽ നടത്തിയ പരിശോധനയിൽ മൃതദേഹ ഭാഗങ്ങൾ ഒന്നും കണ്ടെത്താനായില്ല. സാക്ഷി പറഞ്ഞ 8 പോയിന്റുകളിലായി ഇനി പരിശോധന നടത്താൻ ബാക്കിയുണ്ട്. അതേസമയം അന്വേഷണത്തിനെതിരെ ശ്രീരാമസേന രംഗത്തെത്തി. സാരംഗ് സുരേഷ് വിശദവിവരങ്ങളുമായി ചേരുന്നുണ്ട്. സാരംഗ്, ഗുഡ് മോർണിംഗ്. വിശദമായ പരിശോധന നടന്നു വരികയാണ്. തുടക്കം മുതൽ ഈ സ്ഥലങ്ങളൊക്കെയും പരിശോധിച്ച് അവിടെ നിന്നുള്ള മണ്ണ് ശേഖരിക്കുകയടക്കം ചെയ്തിരുന്നു. മണ്ണ് ശേഖരിച്ച് രാസപരിശോധന നടത്തിയാൽ ഇതുപോലെ എന്തെങ്കിലും വർഷങ്ങൾക്ക് മുൻപ് നടന്നിട്ടുണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തത വരും എന്നായിരുന്നു തുടക്കത്തിൽ പറഞ്ഞിരുന്നത്. ഇപ്പോൾ ആ സ്ഥലം കുഴിച്ചു പരിശോധിക്കുമ്പോൾ 5 പോയിന്റുകളിലും ഒന്നും കണ്ടെത്താനായിട്ടുമില്ല. ഒപ്പം ഈ ശ്രീരാമസേന രംഗത്തെത്തിയിരിക്കുന്നത് എന്ത് കാരണത്താലാണ്? എങ്ങനെയാണ് അവരുടെ പ്രതിഷേധം? മോദി ഇന്നലെ വൈകിട്ട് വരെ 5 പോയിന്റുകളാണ് പൂർണ്ണമായും കുഴിച്ച് പരിശോധിച്ചത്. എന്നാൽ ഏതെങ്കിലും തരത്തിൽ SIT സംഘത്തിന് ആശ്വാസം നൽകുന്ന സാക്ഷിമൊഴിയുടെ ബലപ്പെടുത്തുന്ന തരത്തിലുള്ള യാതൊരു തെളിവുകളും അവിടെ നിന്ന് ലഭിച്ചിട്ടില്ല എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് മറ്റ് കേന്ദ്രങ്ങളിലേക്ക് 6, 7, 8, 9 കേന്ദ്രങ്ങൾ പോയിന്റുകൾ പരിശോധിക്കുമെന്ന് തന്നെയാണ് നമുക്കിപ്പോൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്നലെ DGP അടക്കമുള്ള പ്രണബ് മൊഹന്തി അടക്കമുള്ള പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരൊക്കെ തന്നെ സ്ഥലത്തെത്തി അന്വേഷണത്തിന്റെ പുരോഗതി വിലയിരുത്തിയിരുന്നു. അവർക്കും അത്രത്തോളം ആശ്വാസം നൽകുന്ന വിവരങ്ങളല്ല ഇവിടെ നിന്നും ലഭിച്ചത്. എന്തായാലും പിന്നോട്ടേക്ക് പോകാൻ SIT സംഘം തീരുമാനിച്ചിട്ടില്ല. അവർ കൂടുതൽ സജ്ജീകരണങ്ങൾ ഒരുക്കുകയാണ്. മാത്രമല്ല, ധർമ്മസ്ഥലയിലെ വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ട് ആർക്കെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള പരാതികൾ, കൂടുതൽ വെളിപ്പെടുത്തലുകൾ നൽകാൻ കഴിയുകയാണെങ്കിൽ അവർക്ക് രഹസ്യമായി തന്നെ അതിനുള്ള സൗകര്യമൊരുക്കാനായി മംഗളൂരുവിലെ കദ്രിയിൽ പുതിയ ഓഫീസ് കൂടി SIT ആരംഭിച്ചിട്ടുണ്ട് എന്നതിനാണ് ഏറ്റവും ഒടുവിലെ അപ്ഡേറ്റ്. അതോടൊപ്പം തന്നെ ഇപ്പോൾ നേരത്തെ ഈയൊരു പല രീതിയിൽ വലിയ പ്രതിഷേധങ്ങൾ SITക്കെതിരെയും അന്വേഷണ സംഘത്തിനെതിരെയും ഉയർന്നിരുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ശ്രീരാമസേന എന്ന സംഘടന, ഹിന്ദുത്വ സംഘടന ഇപ്പോൾ വലിയ പ്രതിഷേധവുമായി രംഗത്ത് വരികയാണ്. ഈ വെളിപ്പെടുത്തൽ ഒക്കെ തന്നെ ഒരു പ്രത്യേക ഒരു വിഭാഗത്തിൻ്റെ ഒരു തന്ത്രമാണ് എന്നാണ് അവർ പറയുന്നത്. ഇത്തരത്തിലുള്ള SIT ഉടനടി തന്നെ പിരിച്ചുവിടണം, അല്ലെങ്കിൽ വലിയ പ്രതിഷേധത്തിലേക്ക് ശ്രീരാമസേന നീങ്ങും. ധർമ്മസ്ഥല ക്ഷേത്രത്തിനെ അപകീർത്തിപ്പെടുത്താനുള്ള സംഘടിത നീക്കമാണ് ഇതിന് പിന്നിൽ നടക്കുന്നത് എന്നതാണ് ശ്രീരാമസേനയുടെ അവരുടെ ഒരു ഭാഷ്യം. അങ്ങനെയാണ് മോത്തി. ശരി.